പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു കാലത്ത് തമ്പുരാനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു അവസരത്തിന് വേണ്ടി കൊതിച്ചിരുന്നൊരു സമയമുണ്ട്. ആദ്യ നാളുകളിൽ കരിസ്മാറ്റിക് നവീകരണ അനുഭവത്തിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും സോണൽ പ്രോഗ്രാമുകളിലും ഒക്കെ കടന്നു ചെല്ലുമ്പോഴും ചെറിയൊരു അവസരമെങ്കിലും കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ, ഞാൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ലോകത്തുള്ള ആ ദൈവരാജ്യമാകുന്ന ആ ദൈവരാജ്യ ശുശ്രൂഷ മേഖലയാകുന്ന ആ വടവൃക്ഷത്തിന്റെ താഴത്തെ ആ ചുള്ളക്കമ്പിൽ ഇങ്ങനെ ഇറുകി പിടിച്ച് കിടക്കും. മേൽപോട്ട് കയറാൻ ഒരു താല്പര്യമില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ആ മേഖല, ഈ വീടും കുടുംബവും ഇടവകയൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ചെറിയ ചെറിയ അവസരങ്ങൾ. അപ്പൊ എന്ത് ചെയ്യും? തമ്പുരാൻ മേൽപോട്ട് തൊഴിക്കും. കയറിപ്പോടാ, എടാ അടുത്ത് മേലോട്ട് കയറിപ്പോടാ. സത്യത്തില് ആ തമ്പുരാന്റെ ആ പലപ്പോഴും ഉള്ള ആ തള്ളല്, ആ തൊഴി, അതായിരുന്നു ജീവിതത്തിൽ പലപ്പോഴും സഹനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈദികരായിക്കോട്ടെ, സന്യസ്തരായിക്കോട്ടെ, ആത്മായ പ്രേക്ഷിതരായിക്കോട്ടെ, ശുശ്രൂഷ മേഖലകളിൽ അവരായിരിക്കുന്ന സഭകളിൽ പലപ്പോഴും പലരും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, ഒരു പ്രശ്നം എന്നാണെന്നറിയോ? അവരനുഭവിക്കുന്ന ഒരു വേദന. പലപ്പോഴും നല്ല കൃപയുണ്ടാവും, നല്ല കഴിവുണ്ടാവും, പ്രസംഗിക്കാനും പാടാനും ശുശ്രൂഷ ചെയ്യാനും പല കാര്യത്തിലും പല കഴിവ്, ആരാധന നയിക്കാനും ഒക്കെ. പക്ഷേ കൂടെയുള്ളവരും നേതൃത്വം കൊടുക്കുന്നവരും മേലധികാരികളുമൊക്കെ അവർ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെയുള്ള കുറെ ആളുകളെ മനഃപൂർവ്വം തഴയുന്നൊരവസ്ഥ, മനഃപൂർവ്വം മാറ്റി നിർത്തുന്നൊരവസ്ഥ, ഒരവസരവും കൊടുക്കാതെ വെറും ഓഡിയൻസ് മാത്രമാക്കി, അതായത് കാഴ്ചക്കാർ മാത്രമാക്കി മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മീയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ വളരണം, ആത്മീയ ജീവിതത്തിൽ ശുശ്രൂഷ മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വേദനയാണ്. പലപ്പോഴും അവര് ചോദിക്കാറുണ്ട് തമ്പുരാനോട്, എന്താണ് ഈശോയെ ഇങ്ങനെ, ഇതിനൊരു പ്രതിവിധി ഒന്നും ഇല്ലേ? നമ്മൾ എന്നും ഇങ്ങനെ ഒതുങ്ങി കഴിയാനാണോ നമ്മുടെ വിധി? നമുക്ക് മേൽപോട്ടൊരു കയറ്റമില്ലേ?